മൂൺ ലാൻഡിംഗ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 1969 ഏകദേശം 50 വർഷങ്ങളായി. ഇത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോജക്റ്റ് കൂടെ ആയിരുന്നു. എന്നാൽ ശരിക്കും ഇത് സക്സസ് ആയിരുന്നോ? ഒരു പ്രോബ്ലം പോലും ഇല്ലാതെ മൂണിൽ ലാൻഡ് ചെയ്ത് സേഫായി ഭൂമിയിലോട്ട് എത്തിയോ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ആൻസർ? ഇല്ല. സത്യം പറഞ്ഞാൽ ആ ഒരു മിഷൻ ഫെയിലിയർ ആവേണ്ട ഒരു മിഷനായിരുന്നു. എന്നിരുന്നാലും ഒരുപാട് ചാലഞ്ചേഴ്സ് ഫേസ് ചെയ്ത് അവർ ആ ദൗത്യം കൃത്യമായി നിർവഹിച്ചു. എന്തൊക്കെ ചാലഞ്ചേഴ്സ് ആയിരുന്നു അവർ ഫേസ് ചെയ്തത്? ആ ഒരു മിഷൻ ലാസ്റ്റ് അബോർട്ട് ചെയ്യാൻ വരെ തീരുമാനിച്ചു. അതിൻ്റെ കാരണം എന്തായിരുന്നു? ഒരു ചെറിയ സ്വിച്ച് പോലും ഒരുപാട് അപകടമുണ്ടാക്കുന്നതായിരുന്നു. സോ അതിൻ്റെ കാരണം എന്തായിരുന്നു? ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ലാൻഡിംഗ് ആയിരുന്നെങ്കിലും അതിൻ്റെ പിന്നാമ്പുറത്തിലെ ഹൊറിബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു? അവർ എങ്ങനെയാണ് മൂൺ ലാൻഡ് ചെയ്തത്? അവിടുത്തെ പ്രോബ്ലംസ് എന്തായിരുന്നു? അവർ ഫേസ് ചെയ്ത ചാലഞ്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഒട്ടും തന്നെ ലേറ്റാക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. 1960 അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ തമ്മിൽ സ്പേസ് വാർ നടക്കുന്നുണ്ടായിരുന്നു. റഷ്യ നിരവധി സാറ്റലൈറ്റുകളെല്ലാം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പേസിലോട്ട്. അത് കണ്ടപ്പോൾ അമേരിക്ക അനൗൺസ് ചെയ്തു, ഞങ്ങൾ ആദ്യമായി മൂൺ ലാൻഡ് ചെയ്യാൻ പോവുകയാണ് എന്ന്. അങ്ങനെ 1960 അതിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം ആരംഭിച്ചു. 69 ആദ്യമായി സക്സസ്ഫുള്ളായിട്ട് അപ്പോളോ 11 മിഷനിലൂടെ ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തുന്നത്. ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നം, ആയിരക്കണക്കിന് എൻജിനീയേഴ്സിൻ്റെ കഷ്ടപ്പാട്, ഇതെല്ലാം വന്നു ചേർന്നത് ആ ഒരു 3 പേരിലായിരുന്നു. അതാരൊക്കെയായിരുന്നു എന്ന് നോക്കാം. അതിൽ ഒരാൾ കമാൻഡറായ നീൽ ആംസ്ട്രോങ് ആയിരുന്നു. രണ്ടാമത്താൾ മൈക്കിൾ കോളിൻസ്, ലാസ്റ്റ് വൺ ബസ് ആൽഡ്രിൻ. ഈ 3 ആസ്ട്രോനട്ട് ആയിരുന്നു ആ മിഷനിൽ പങ്കുചേർന്നവർ. 1969 ജൂലൈ 16 ഫ്ലോറിഡയിൽ നിന്നും സാറ്റേൺ 5 എന്നൊരു റോക്കറ്റിലായിരുന്നു അവരുടെ യാത്ര. ആ ഒരു റോക്കറ്റ് പല ഘട്ടങ്ങളായി പിരിഞ്ഞ് ലാസ്റ്റ് ഒരു മൊഡ്യൂളിലാണ് അവർ മേലോട്ട് പോകുന്നത്. അത് സെക്കൻഡിൽ 5 മൈൽസ് വേഗത്തിൽ 3 ദിവസം യാത്ര ചെയ്ത് ജൂലൈ 20 മൂണിൻ്റെ ഓർബിറ്റിൽ എത്തും. അതിനുശേഷം കമാൻഡ് മൊഡ്യൂൾ മൂൺ ഓർബിറ്റിൽ തന്നെ വലയം വെച്ചുകൊണ്ടിരിക്കും. അതിൽ ലൂണാർ മൊഡ്യൂളിലാണ് മൂൺ ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം അവിടുത്തെ വർക്ക് എല്ലാം കഴിഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം ലൂണാർ മൊഡ്യൂൾ മേലെ പോയി കമാൻഡ് മൊഡ്യൂളുമായി അറ്റാച്ച് ആയതിനു ശേഷം അതിൽ നിന്ന് ഭൂമിയിലോട്ട് യാത്ര തിരിക്കും. ഇതാണ് മിഷൻ. ഈ കമാൻഡ് മൊഡ്യൂളിൽ മൈക്കിൾ കോളിൻസ് ആണ്. അത് മൂണിൻ്റെ ഓർബിറ്റിൽ തന്നെ ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലൂണാർ മൊഡ്യൂളിലാണ് നീൽ ആംസ്ട്രോങ്ങും ബസ് ആൽഡ്രിനും. ഇവരാണ് മൂണിൽ ലാൻഡ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ചന്ദ്രനിൽ കാലുകുത്തുന്ന 2 വ്യക്തികൾ. ഇങ്ങനെ പ്രോപ്പർ ആയിട്ടുള്ള നിയമങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആക്ച്വലി അവിടെ എന്താണ് നടന്നതെന്ന് നോക്കാം. ഇതുവരെ എല്ലാം തന്നെ കറക്റ്റായിട്ടായിരുന്നു നടന്നത്. ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ഉണ്ടായിരുന്നു ഇടയിൽ. എന്നാലും അതൊക്കെ കറക്റ്റ് ചെയ്ത് അവർ ഭൂമിയിൽ നിന്നും 3 ദിവസം കഴിഞ്ഞപ്പോൾ മൂൺ ഓർബിറ്റിലെത്തി. അവിടെ നിന്ന് കമാൻഡ് മൊഡ്യൂളും ലൂണാർ മൊഡ്യൂളും തമ്മിൽ വേർപിരിഞ്ഞു. കമാൻഡ് മൊഡ്യൂളിൽ മൈക്കിൾ കോളിൻസും ലൂണാർ മൊഡ്യൂളിലാണ് ആംസ്ട്രോങ്ങും ആൽഡ്രിനും അകത്ത്. ഇവരാണ് ഇപ്പോൾ മൂണിൽ ലാൻഡ് ചെയ്യേണ്ടവർ. ഇതാണ് 30 minutes to the moon എന്ന് നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ BBC ന്യൂസിൻ്റെ ഡോക്യുമെൻ്ററിയിൽ ഈ ഒരു 13 മിനിറ്റിൽ എങ്ങനെയാണ് അവർ മൂൺ ലാൻഡ് ചെയ്തത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞിട്ട് നിങ്ങൾ അതുകൂടെ ഒന്ന് ചെന്ന് കണ്ടാൽ കുറച്ചും കൂടെ ക്ലിയർ ആകും. ഓക്കെ, അതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഇവർ ലാൻഡ് ചെയ്തതെന്ന്. ആദ്യത്തെ പ്രോബ്ലം എവിടെയാണ് ആരംഭിച്ചത് നോക്കാം. ഇപ്പോൾ കമാൻഡ് മൊഡ്യൂളിൽ നിന്ന് ലൂണാർ മൊഡ്യൂളിൽ തമ്മിൽ വേർപിരിഞ്ഞു. അപ്പോൾ ലൂണാർ മൊഡ്യൂൾ കറക്റ്റായിട്ട് മൂണിൽ ലാൻഡ് ചെയ്യാൻ 7.5 സെക്കൻഡാണ് ഉള്ളത്. ആ ഒരു സമയത്ത് അവരുടെ കമ്പ്യൂട്ടറിൽ നിന്നും 1202 എന്നൊരു എറർ കോഡ് വന്നു. AGC അപ്പോളോ ഗൈഡൻസ് കമ്പ്യൂട്ടറാണ് ആ സമയത്തെ അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ. ഏകദേശം 30 കിലോഗ്രാം വരെ ഭാരം ഉണ്ടാവും ആ കമ്പ്യൂട്ടറിന്. ആ കമ്പ്യൂട്ടറിലാണ് പ്രോബ്ലം വന്നത്. അതായത് ഒരു എറർ കോഡ് വന്നത് 1202 എന്നൊരു എറർ കോഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ആസ്ട്രോനട്സിന് ഭയങ്കര ഡിസ്ട്രക്ഷൻ ആയിരുന്നു
സോ എന്തുകൊണ്ടാണ് ഇങ്ങനൊരു എറർ കോഡ് എന്ന് അവർക്ക് എങ്ങനെ ചെക്ക് ചെയ്തിട്ടും മനസ്സിലായില്ല. ആക്ച്വലി കമ്പ്യൂട്ടറിൽ നിരവധി ഡാറ്റകൾ പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. നേവിഗേഷൻ, കൺട്രോൾ ഓഫ് എൻജിൻ പെർഫോമൻസ്, അതുപോലെ തന്നെ ആൾട്ടിറ്റ്യൂഡ്, പ്രോസസ്സിംഗ് ഡാറ്റ, ഇങ്ങനെ എല്ലാം ചെയ്യുന്നത് ആ കമ്പ്യൂട്ടറിൽ തന്നെയാണ്. ഇങ്ങനെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് എറർ കോഡ് വന്നത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെയായി. അങ്ങനെ മിഷൻ അബോർട്ട് ചെയ്യണോ എന്നൊരു കൺഫ്യൂഷനായി. അങ്ങനെ ഇത് മിഷൻ കൺട്രോൾ റൂമിലോട്ട് അറിയിച്ചു. ഈ ഒരു മിഷന് മുമ്പ് നമ്മുടെ നീൽ ആംസ്ട്രോങ് ഇതുപോലെയുള്ള ഒരുപാട് സിമുലേഷൻസ് ഒക്കെ ഭൂമിയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും ഇതുപോലൊരു എറർ കോഡ് കണ്ടിട്ടേ ഇല്ലായിരുന്നു. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ എക്സാം എഴുതുമ്പോൾ സിലബസിൽ ഇല്ലാത്ത ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സോ അതുപോലൊരു സംഭവമായിരുന്നു ഇതും. കൺട്രോൾ റൂമിൽ നിന്നും അവർക്ക് മെസ്സേജ് ലഭിച്ചു. അതെന്താണെന്ന് വെച്ചാൽ, അതൊന്നും നോക്കണ്ട, അത് സാരമില്ല, അത് നിങ്ങൾ ഇഗ്നോർ ചെയ്തോളൂ, മിഷനൊന്നും അബോർട്ട് ചെയ്യേണ്ട കാര്യമില്ല, വി ക്യാൻ ഗോ ഹെഡ്. അങ്ങനെ അതിനെ തുടർന്ന് അവർ ആ മിഷൻ പ്രൊസീഡ് ചെയ്യുകയാണ്. ഭൂമിയിലെ നാസയിലെ സയൻറ്റിസ്റ്റ് എല്ലാം ഈ എററിൻ്റെ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചു. അതായത് ഒരുപാട് കോമൻസ് ഒക്കെ ലഭിക്കുന്നത് ഈ കമ്പ്യൂട്ടറിലാണ്. അപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഔട്ട് ഓഫ് മെമ്മറി ആവുന്നതാണ്. അപ്പോൾ കോമൻസ് ഒക്കെ കുറച്ചുകൊണ്ട് ഈ ഒരു പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്തിട്ട് അവർ ആ മിഷൻ കംപ്ലീറ്റ് ചെയ്തോളൂ എന്ന് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ മൂൺ ലാൻഡിങ് പ്രൊസീഡ് ചെയ്തു. ആ ഒരു എറർ കോഡ് സോൾവ് ചെയ്ത് മൂൺ ലാൻഡിങ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അടുത്ത പ്രോബ്ലം വന്നത്. അത് ആംസ്ട്രോങ്ങിന് മനസ്സിലാവുകയും ചെയ്തു. അതെന്താണെന്ന് വെച്ചാൽ, അവർ എവിടെയാണോ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിച്ച് ആ സ്ഥലവും കടന്ന് ഒരു 3-4 കിലോമീറ്റർ മുൻപോട്ട് പോയി. അത് ആംസ്ട്രോങ് ആൽഡ്രിനോട് പറയുകയും ചെയ്തു. സത്യത്തിൽ ഏകദേശം 6 കിലോമീറ്റർ കടന്ന് അവർ പോയി കഴിഞ്ഞിരുന്നു ലാൻഡിംഗ് സ്പോട്ട് കടന്നിട്ട്. ഇതിൻ്റെ കാരണം കമാൻഡ് മൊഡ്യൂളും ലൂണാർ മൊഡ്യൂളും തമ്മിൽ സെപ്പറേറ്റ് ആവുന്ന ആ ഒരു സമയത്ത് ആ 2 സ്പേസ് ക്രാഫ്റ്റിനെയും ജോയിൻ ചെയ്യുന്ന ഒരു ടണലുണ്ട്. ആ ടണലിൽ നിന്നും ഒരു പ്രഷർ വരും. അപ്പോഴാണ് ഇത് സെപ്പറേറ്റ് ആവുന്നത്. സോ ആ പ്രഷറിൻ്റെ അളവ് കുറച്ച് കൂടിപ്പോയി. അതുകൊണ്ട് തന്നെ ലൂണാർ മൊഡ്യൂൾ കുറച്ച് വേഗത്തിലാണ് സെപ്പറേറ്റ് ആയത്. അതുകൊണ്ട് തന്നെ ലൂണാർ മൊഡ്യൂളിൻ്റെ മൂവ്മെൻറ്റ് കുറച്ച് കൂടി, സ്പീഡായി. അതുകൊണ്ടാണ് സ്പോട്ട് ലാൻഡിങ്ങിൽ നിന്നും അവർ കുറച്ചു ദൂരം അധികം മുൻപോട്ട് പോയത്. സോ നീൽ ആംസ്ട്രോങ് ടോട്ടൽ കൺട്രോൾ ഏറ്റെടുത്തു. മാനുവൽ കൺട്രോൾ മൂലം അദ്ദേഹം ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. സോ വിൻഡോയിലൂടെ സ്മൂത്ത് പ്ലേസ് നോക്കിയിട്ട് ലാൻഡ് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ചു. കാരണം അവർ പോയിന്റ് ഔട്ട് ചെയ്ത പ്ലേസും കടന്നു പോയി. സോ ഇനി നമുക്ക് ആ ഒരു ഏരിയ ഇല്ല, എന്നാലും സ്മൂത്ത് ആയിട്ടുള്ള ഒരു പ്ലേസ് നോക്കിയിട്ട് ലാൻഡ് ചെയ്യാൻ അവർ തീരുമാനിച്ചു. മൂണിൽ നിറയെ ക്രേറ്റേഴ്സ് ഉണ്ട്, പാറകൾ തുടങ്ങിയവയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ആയിട്ട് വേണം അവർക്ക് ലാൻഡ് ചെയ്യാൻ. അതിലെന്തേലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ, ലാൻഡിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ലൂണാർ മൊഡ്യൂൾ നിലം പതിക്കും. അതുപോലെ തന്നെ അവിടെ വലിയൊരു പൊട്ടിത്തെറിയും സംഭവിക്കും. അങ്ങനെ നീൽ ആംസ്ട്രോങ് മാനുവൽ കൺട്രോൾ ചെയ്തപ്പോൾ താഴെ ഭൂമിയിൽ കൺട്രോൾ റൂമിൽ എല്ലാവരും തന്നെ ടോട്ടലി സൈലൻ്റായി. ഇനി കൺട്രോൾ റൂമിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല, എല്ലാം അവരുടെ കയ്യിൽ മാത്രമാണ്. അടുത്തിരുന്ന് ആൽഡ്രിൻ കമാൻഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. മാനുവലി ഓപ്പറേറ്റ് ചെയ്യുക എന്നത് ഡ്രോൺ ഓപ്പറേറ്റ് ചെയ്യുന്നവർക്ക് അറിയാം. കാരണം അത് ശരിക്കും അതിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിലായിരിക്കുകയില്ല. ഓൾറെഡി അവർ ഭൂമിയിൽ ഇതിനുള്ള സിമുലേഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭൂമിയെ വെച്ച് നോക്കുമ്പോൾ 6 മടങ്ങ് ഗ്രാവിറ്റി കുറവാണ് നമ്മുടെ ചന്ദ്രനിൽ. അതുകൊണ്ട് തന്നെ റിയാലിറ്റി അത് മനസ്സിലാക്കാൻ തന്നെ അവർക്ക് കുറച്ച് സമയമെടുത്തു. എന്നിരുന്നാലും ആംസ്ട്രോങ് അദ്ദേഹത്തിൻ്റെ കഴിവിലൂടെ അത് ഹാൻഡിൽ ചെയ്തു. ഏകദേശം മൂണിൽ നിന്നും 500 അടി മേലെ നിന്നാണ് അദ്ദേഹം കൺട്രോൾ ഏറ്റെടുത്തത്. സേഫായിട്ട് ലാൻഡ് ചെയ്യുന്നു. അടുത്തിരുന്ന ആൽഡ്രിൻ എത്ര വേഗതയിലാണ് നമ്മുടെ ക്രാഫ്റ്റ് പോകുന്നത്, എത്ര അടി ഉയരത്തിലാണ് ഇപ്പോൾ ഉള്ളത്, വേഗത കുറയുന്നതും ഉയരം കുറയുന്നതും എല്ലാം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കമാൻഡും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വലിയൊരു പ്രോബ്ലമായിരുന്നു അവർക്ക് ഫേസ് ചെയ്യേണ്ടി വന്നത്. അതെന്താണെന്ന് വെച്ചാൽ 500 അടിയിൽ നിന്നും 100 അടി താഴോട്ട് അവർ ഇറങ്ങി വന്നു. അതായത് മൂണിൽ നിന്നും ഇനി 100 അടി മാത്രമേ ഉള്ളൂ ലാൻഡ് ചെയ്യാൻ. എന്നാൽ ലൂണാർ മൊഡ്യൂളിലുള്ള ഫ്യൂവൽ വിചാരിച്ചതിലും കൂടുതൽ ബേണായ കാരണം 1 മിനിറ്റ് മാത്രമേ ഇനി ഫ്യൂവൽ ഉണ്ടാവുള്ളൂ. സോ അതിനുള്ള ഇൻഡിക്കേറ്റർ ലൈറ്റ് ഓൺ ആയത് നമ്മുടെ ആൽഡ്രിൻ കണ്ടു. എന്നാലും അദ്ദേഹത്തിന് പറയാൻ സാധിച്ചില്ലായിരുന്നു. കാരണം നീൽ ആംസ്ട്രോങ് അത് കെയർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യായിരുന്നു. അദ്ദേഹം 30 സെക്കൻഡിനുള്ളിൽ 100 അടിയിൽ നിന്നും 10 അടിയായിട്ട് താഴേക്ക് വന്നു. ഇനി 30 സെക്കൻഡിനുള്ള ഫ്യൂവൽ ബാലൻസ് ഉണ്ട്. അതിൻ്റെ അകത്ത് അവർക്ക് ലാൻഡ് ചെയ്യണം. ഇനി 10 അടി മാത്രമേ ഉള്ളൂ. എന്തായാലും ലാൻഡ് ചെയ്യാമെന്നൊരു ധൈര്യം ആൽഡ്രിന് വന്നു.
അങ്ങനെ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ നമ്മുടെ ലൂണാർ മൊഡ്യൂൾ താഴേക്ക് വന്നു. ഈ ലൂണാർ മൊഡ്യൂളിനെ ഈഗിൾ എന്നാണ് വിളിക്കുക. അങ്ങനെ ഈഗിൾ ചന്ദ്രനിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈഗിളിൻ്റെ നിഴൽ ചന്ദ്രനിൽ കാണുന്നത് അവർക്ക് കാണാൻ സാധിച്ചു. സോ അങ്ങനെ ഈഗിൾ ലാൻഡ് ചെയ്തിരുന്നു. സോ എങ്ങനെയാണ് ഈഗിൾ ലാൻഡ് ചെയ്തു എന്ന് അവർക്ക് കൺഫേം ചെയ്യാൻ സാധിക്കുക എന്ന് വെച്ചാൽ, ഈഗിളിൻ്റെ കാലിൽ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നിലത്ത് തട്ടിയാൽ അവരുടെ ക്യാബിനകത്തുള്ള ലൈറ്റ് ഓൺ ആകും. ഓക്കെ, അങ്ങനെ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ലാൻഡായി എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ആംസ്ട്രോങ് പറയുന്നു, ദ ഈഗിൾ ഹാസ് ലാൻഡഡ്. അപ്പോഴാണ് കൺട്രോൾ റൂമിലുള്ളവർക്ക് ഭയങ്കര ആശ്വാസമായത്. നമ്മൾ ഇൻ്റർസ്റ്റെല്ലർ സിനിമയിലൊക്കെ ഒരു ഡോക്കിംഗ് സീൻ കണ്ടിട്ടുണ്ട്. സോ അതുപോലെ തന്നെ 1960കളിൽ അന്നത്തെ ടെക്നോളജി യൂസ് ചെയ്ത് ഒരു ചെറിയ ലാൻഡിങ് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത് ഒന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാവുന്നുണ്ട്. നീൽ ആംസ്ട്രോങ് അത് ലാൻഡ് ചെയ്യുമ്പോൾ 10 to 20 സെക്കൻഡ് മാത്രമേ ബാലൻസ് ഫ്യൂവൽ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഈഗിൾ ലാൻഡ് ആയ ഉടനെ തന്നെ അവർ ഇറങ്ങി മൂൺ വാക്കൊന്നും ചെയ്തില്ല. ഏകദേശം 6 മണിക്കൂർ അവർ അതിൻ്റെ അകത്തായിരുന്നു ചിലവഴിച്ചത്. ഒരുപാട് വർക്ക് അതിനകത്ത് ബാലൻസ് ഉണ്ടായിരുന്നു. എൻജിൻ ഓഫ് ചെയ്യണം, പ്രഷർ ചെക്ക് ചെയ്യണം, അങ്ങനെ നിരവധി പ്രൊസീജിയേഴ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം മാത്രമേ അവർക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ. അങ്ങനെ 6 മണിക്കൂറുകൾക്ക് ശേഷം നീൽ ആംസ്ട്രോങ് മൂണിൽ ഇറങ്ങാൻ പോവുകയാണ്. അങ്ങനെ ഇറങ്ങുമ്പോൾ കാൽ ആദ്യമായി ഉപരിതലത്തിൽ കുത്തുമ്പോൾ എന്തോരം പേടിയുണ്ടാവും. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ വയ്ക്കുന്നു, ഇന്നേ വരെ പോയിട്ടില്ലാത്തൊരു ഗ്രഹം. സോ എന്തൊക്കെ നമ്മൾ ചിന്തിക്കും, എന്തോ ഞാൻ ആദ്യമായിട്ട് വലിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ്, സോ അങ്ങനെ ചിന്തിക്കാം. അല്ലെങ്കിൽ പേടി തോന്നാം മനസ്സിൽ, കാൽ വയ്ക്കുമ്പോൾ എങ്ങാനും അകത്ത് കുഴിഞ്ഞ് നമ്മൾ അതിനകത്താകുമോ, അങ്ങനെയുള്ള പേടി തോന്നാം. ഓക്കെ, അങ്ങനെയൊക്കെ ആണെങ്കിലും ഫൈനലായിട്ട് അവർ ലാൻഡ് ചെയ്തു. അങ്ങനെ എല്ലാ പ്രോബ്ലംസും തീർന്നു എന്ന് വിചാരിച്ചാൽ അതങ്ങനെയല്ല. അതിനുശേഷവും ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.